ക്രിസ്തുമസ് ഒരുക്കത്തിൽ നമ്മൾ പുറപ്പെടുവിക്കേണ്ട ഫലമാണ് ആത്മസംയമനം. സമാധാനത്തിൻ്റെയും സൗമ്യതയുടെയും ഒക്കെ അടിസ്ഥാനം ഇതാണെന്ന് പറയാം. സ്വന്തം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വികാരങ്ങളെയും ഇച്ഛയെയുമൊക്കെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നൽകുന്ന കൃപയാണ് ആത്മസംയമനം. അതൊരു ടെക്നിക്കല്ല, ഒരു കൃപയാണ്, പരിശുദ്ധാത്മ ഫലമാണ്. ഒരു നിമിഷ നേരത്തെ സംയമനക്കുറവ് മൂലം അനേകർ വലിയ പാപങ്ങളിൽ വീഴുന്നത് നമ്മൾ കാണുന്നു. ക്ഷമ അഥവാ പേഷ്യൻസ്, അതാണ് ആത്മസംയമനത്തിൻ്റെ മൂലക്കല്ല്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ ആത്മസംയമനത്തിനു വേണ്ടി സുന്ദരമായൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കുവാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ പിതാവും ദൈവവുമായ കർത്താവേ, എൻ്റെ ദൃഷ്ടികൾ ഔദ്ധത്യം നിറഞ്ഞതാകരുതേ, അഥവാ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.